ഏതാ പുതിയ ഇറക്കുമതി? എല്ലാവരും ഹാപ്പി വിഷു. ഹാപ്പി ഹാപ്പി വിഷു. ഹാപ്പി ഞാൻ ഉടുപ്പിച്ച് മുന്താണിയിൽ കരിനീല ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കരിനീല ബ്ലൗസ് എടുത്തത്. ഇതെന്റെ എത്രാം ക്ലാസ്സിലെ പാവാടയുടെ ബ്ലൗസ് അമ്മ? പറഞ്ഞോട്ടോ, എത്രാം ക്ലാസ്സിലെ പാവാടയുടെ ബ്ലൗസ്? 8ാം ക്ലാസ്സിലെ പാവാടയുടെ ബ്ലൗസ് ആണ്. എനിക്കിപ്പോ പാകുന്നില്ല, ഞാൻ സ്റ്റിച്ച് വെച്ചിട്ടോ. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അങ്ങനെ സെറ്റ് കൊണ്ട് കൊടുക്കാതെ എന്നെ അമ്മ ഒരു വിധത്തിൽ ഉടുപ്പിച്ച് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ, ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാൻ വ്രതമുണ്ട്. അങ്ങനെ അകത്തത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ച് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ അകത്ത് അത്ര വെട്ടമില്ലടാ, അപ്പൊ നമുക്ക് പുറത്ത് വെച്ചിട്ടാണ് ബാക്കി ചെയ്യാൻ പറ്റും. ഇതിൽ അധികം സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ആകെ മോയ്സ്ചറൈസർ മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ വീടിന് പുറത്തിറങ്ങുന്നില്ല, അതുകൊണ്ട് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നു. കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് അണ്ടർ ഐ ഡാർക്ക്നെസ്, അതേപോലെ ഡാർക്ക് സ്പോട്ട്, ഫേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഞാൻ മറച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് ഈ ഷെയ്ഡ് മാത്രം, ഫേസ് മൊത്തം ഈ ഷെയ്ഡ് അടിക്കേണ്ടി വന്നു. കാരണം മൊത്തം പാടുകളായിരുന്നു. മാത്രമല്ല കണ്ണിന്റെ അടിയിൽ ആരോ പിടിച്ച് അടിച്ച പോലെ ഉണ്ടായിരുന്നു, അതേപോലെ ചുറ്റും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ പർപ്പിൾ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചുണ്ടിന്റെ 2 സൈഡിലും വരുന്ന ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പർപ്പിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഓവറായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മേക്കപ്പ് ഇടുന്നതിനെ കുറച്ച് ഓവർ ആവാൻ വേണ്ടിയിട്ടല്ല. ശേഷം നമ്മുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മറച്ചു കൊടുക്കുക. അതായത് ഞാൻ കുറച്ച് അധികം തേക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. സൗന്ദര്യമേ അസൂയപ്പെടുന്നത്ര അഴക്. ആരാണവൾ? ഇവൾ കുന്തലദേശത്തെ യുവറാണി. പേര് ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. അങ്ങനെ അല്ലറ ചില്ലറ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്ലഷും അതേപോലെ ഹൈലൈറ്ററും കൂടി യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻസൈറ്റിന്റെ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റ് ഹൈലൈറ്റർ ആണ്. ഇതുവരെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആകപ്പാട് മൂലയിൽ 2 കുപ്പിയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഐറ്റംസ് എല്ലാം എന്റെ ഹോസ്റ്റലിൽ ഇരിക്കുവാണ്. പിന്നെ ചന്ദനം കൂടി തൊടാത്ത എന്തൊരു വിഷുല്ലേ. അങ്ങനെ ചന്ദനം എല്ലാം തൊട്ട് ആകെ സെറ്റാക്കി എല്ലാ ഒരു വിധത്തിൽ അമ്മ സെറ്റാക്കി എടുത്ത് തന്നിട്ടോ. എന്നാ പിന്നെ നമുക്ക് വിഷുവിന്റെ അവിടെ എവിടെയും കുറച്ച് പറമ്പിലും മുറ്റത്തും എല്ലായിടത്തും പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തിയാലോ. ഫോട്ടോഷൂട്ട് ഒന്നല്ല, ജസ്റ്റ് ഒരു വീഡിയോ, വെറും ഷോ, അത്രേ.